നമസ്കാരം. ഞാൻ താറാവിൻ്റെ കൃഷി ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 29 വർഷമായി. താറാവിൻ്റെ കൃഷി ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഹാച്ചറിയിൽ നിന്ന് എടുത്ത് ഗവൺമെൻറ് ഹാച്ചറിയിലേക്ക് കൊടുക്കുക, ബ്ലോക്കിലേക്കും പഞ്ചായത്തിലേക്കും കൊടുത്തുകൊണ്ടിരിക്കുക താറാവിനെ. എന്നിട്ട് ആന്ധ്ര, തമിഴ്നാട്, ചെന്നിത്തല, മാവേലിക്കര എല്ലാം ഇതിനെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. സ്ഥിരമായിട്ട് 10 മാസവും ഞാൻ ഈ താറാവിൻ്റെ ബിസിനസ്സും കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നല്ല ആദായമാണ്. 30-35 ദിവസമാകുമ്പം അവർ കയറ്റിപ്പോകും. ചിലപ്പോൾ 45 ദിവസമാകുമ്പോഴാണ് ഈ ബ്ലോക്കിലേക്കും പഞ്ചായത്തിലേക്കും ഒക്കെ കൊടുക്കുന്നത്. അപ്പം ഈ താറാവിനെ കൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് എൻ്റെ അടുക്കൽ എടുത്തുകൊണ്ട് പോയി എവിടെ ചെന്നാൽ ഈ താറാവിനെ വളർത്താം. ഒരു വീട്ടുകളിൽ കൊണ്ട് കൊടുത്താൽ ഇനി മലയിലായാലും 10-500 താറാവിനെ 1000 താറാവിനെയൊക്കെ വളർത്തി ഒരു പ്ലാസ്റ്റിക് ചാക്ക് കുഴിച്ച് വെള്ളം മതി. വെള്ളമില്ലെങ്കിലും ഇത് വളരുന്ന താറാവാണ്. ഇത് ചാരയും ചെമ്പല്ലിയാണ്. കുട്ടനാടൻ താറാവ്, നല്ല പ്രതിരോധശേഷിയുള്ള താറാവ്, ചാരയും ചെമ്പല്ലി. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ സ്ഥിരമായിട്ട് 4-5 പേർക്ക് ജോലി കൊടുക്കുന്നത്. അവരുടെയും വീട് കഴിയുന്നുണ്ട്, എൻ്റെ വീട് സുഭിക്ഷമായിട്ടും കഴിയുന്നുണ്ട്. ആ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. നല്ല കൃഷിയെന്ന് പറഞ്ഞാൽ നല്ലൊരു ബിസിനസ്സാണ്. ഇതിനകത്ത് ലാഭകരമായ ഒരു കൃഷിയാണ്. ഏത് രീതിയിലായാലും ലാഭകരമാണ്. കോഴിയെക്കാട്ടിൽ നല്ല ഒരു രീതിയായത്. താറാമുട്ടയ്ക്ക് ഇപ്പം എന്തോ വില? താറാമുട്ടയ്ക്ക് ഇപ്പം 13 രൂപ വിലയുണ്ട്. 13 രൂപ വിലയുണ്ട്. അപ്പോൾ ഡേ ഓൾഡിനെ നമ്മൾ വിരിയിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് വളർത്തി കൊടുക്കുക. ഇപ്പൊ ഈ ബാച്ച് കിടക്കുന്നതൊക്കെ എത്ര ദിവസം പ്രായമുള്ള? ഇതിപ്പം 8-9 ദിവസമായി, 10 ദിവസമായി. അപ്പോൾ നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് എത്ര? 1 മാസം അല്ലേ? അപ്പം ആ രീതിയിലായാലും കൊടുത്തു തുടങ്ങുന്നത്. ഞാൻ വലുതാക്കി കൊടുക്കും. പെടയും പൂവനും വലുതുണ്ട്, അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ രീതിയിലും കൊടുക്കും. മുട്ടയിടുന്ന താറാവുണ്ട്, എല്ലാ രീതിയിലുള്ള താറാവും കുഞ്ഞുണ്ട്. 3 മാസത്തെ ഉള്ള താറാവും കുഞ്ഞുണ്ട്, എല്ലാം കൊടുക്കും. എല്ലാ രീതിയിലും കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ സർക്കാർ ഫാമുകളിലേക്കല്ല, ഇപ്പം ചില്ലറ ആവശ്യക്കാർ വന്നാൽ കൊടുക്കാനായിട്ട് നമുക്ക് ഉണ്ട്. എത്ര താറാവ് വേണേലും കൊടുക്കാം. മുട്ട ഇടുന്നത് വേണോ, 3 മാസം പ്രായമായത് വേണോ, കുഞ്ഞുങ്ങളെയാണോ, ഏത് വേണേലും കൊടുക്കാം. അപ്പോൾ അത് നമുക്കുണ്ട്. ചില്ലറ കൊടുക്കാൻ ചില്ലറയുണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ മുട്ട ഇട്ട് തുടങ്ങുന്നത് എത്ര മാസം മുതലേ? 5.5 മാസം മതി. 5.5 മാസത്തിനകം താറാവ് മുട്ട ഇടും. ഏറ്റവും മുട്ടയിടുന്ന ഈ ചാരയും ചെമ്പല്ലി, കുട്ടനാടൻ താറാവ്. ഇതിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഇറച്ചിയാണ്. ഇത് മുട്ടയായാലും അസുഖത്തിനും എല്ലാ രീതിയിലും കൊള്ളാം. എനിക്കൊന്നും ഇപ്പം മഴ സമയം ആയതുകൊണ്ട് തന്നെ ഇപ്പം താറാവിനെ വളർത്താൻ അനുയോജ്യമായ ഒരു സമയം അല്ലേ? ഇപ്പോഴല്ലേ എപ്പോഴും വളർത്താം സാർ, എപ്പോഴും വളർത്താം. നല്ല രീതിയിൽ വളർത്താം. ആ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. നല്ല രീതിയിൽ വളർത്താം. ഈ ഒരു സ്ഥലമില്ലാത്തവർക്ക് പോലും 10 ഇല്ലേ? കുഴി വരുന്നിട്ട് വേണേലും വളർത്താം. നമ്മുടെ വീട്ടിലായാലും 10, 50, 25 ഒക്കെ വളർത്താം. ഏത് രീതിയിലും വേണേലും വളർത്താം. അപ്പൊ ഇതിന് വലിയ ഷെഡൊന്നും വേണ്ട അല്ലേ? ചെറിയ ഷെഡിലാണ്, വലിയ ഷെഡൊന്നും വേണ്ട. അച്ഛാ, ഇത്രയും നാളത്തെ പ്രവൃത്തി പരിചയം കൊണ്ട് നമ്മുടെ താറാവ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം ഉണ്ടോ? പറഞ്ഞു കൊടുക്കാനുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഇത് ആച്ചറിയിൽ എടുത്തുകൊണ്ട് വന്ന് കഴിയുമ്പം ഞങ്ങൾ വളർത്തി 10-40 ദിവസം ആകുമ്പോഴേ താറാവ് കൊടുക്കുന്നത്. ഈ കൊടുത്താലും അവരുടെ വീട്ടിൽ ചെന്ന് ഒരു കുഴപ്പവും വരുത്തില്ല. നമ്മൾ നല്ല വൃത്തിയായിട്ടൊരു കൂട് ശരിയായിട്ട് ഇട്ടേച്ച് വെള്ളത്തിലൊരു ചാക്ക് അയ്യത്തിട്ടേച്ചാൽ മാത്രം മതി. ഏത് മലയിലും എവിടെ വേണേലും ഈ താറാവിനെ വളർത്താം. പക്ഷേ ഇത് കൂടുതലൊന്നും വേണ്ട. നമ്മുടെ അരി വെള്ളത്തിലിട്ട് ഷാട്ടറും എല്ലാം കൂടെ കുഴച്ച് മാത്രം കൊടുത്തേച്ചാൽ മതി. നല്ല ഒരു ആദായം കിട്ടുന്ന ഒരു സംഗതിയാണ്. ഒരു വീട് ചിലവിന് ഒരു 500 താറാവായാലും ഒരു 300 താറാവായാലും ഒരു വീട്ടിൽ നല്ല രീതിയിൽ അവരുടെ വീട്ടിലെ ചിലവ് നടത്താവുന്ന ഒരു പ്ലാനായത്. ഈ മുട്ടയുടെ ഉൽപ്പാദനം കഴിയുമ്പോൾ നമുക്ക് മീറ്റായിട്ടും കൊടുക്കാമല്ലോ? മീറ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇത് 3-4 വർഷം നിന്ന് മുട്ടയിടും. അത് കഴിഞ്ഞ് പിന്നെ ഇറച്ചിക്ക് കൊടുക്കാം. ഈ ഇറച്ചിക്ക് കൊടുക്കുന്നതും അവരെ ഇറച്ചിക്ക് അങ്ങ് എടുത്തോളും. ഇറച്ചി എടുത്തോളും. അപ്പോഴും വേണേൽ അടുത്ത താറാവിനെ കൊണ്ടിടാം. അടുത്ത ബാച്ച്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇത് വളർത്തിക്കൊണ്ടിരിക്കുക.
ഒരു 10-20 വർഷം കൊണ്ട് ഇത് സ്ഥിരമായിട്ട് വളർത്തിക്കുക. ഇത് അപ്പൊ ഏതൊക്കെ സ്ഥലത്തോട്ടാണ് ഇതിപ്പോ ഇവിടുന്ന് ആവശ്യക്കാർ പോകുന്നത്? ചില്ലറ ആവശ്യക്കാരൊക്കെ ചില്ലറ ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, പിന്നെ ഞാൻ തമിഴ്നാട് പ്രദേശങ്ങളിലെല്ലാം കൊടുക്കാം. തമിഴ്നാട്, ആന്ധ്ര, തമിഴ്നാട്, നാഗർകോവിൽ, തഞ്ചാവൂർ ഈ ഭാഗങ്ങളെല്ലാം ഞാൻ കൊടുക്കും. താറാങ്കുഞ്ഞിനെ വലുതായാലും ഏത് സൈസ് താറാവായാലും നമ്മൾ ആർക്ക് വേണേലും ഏത് രീതി വേണേലും കൊടുക്കും. 10, 200, 500, 400, 1000, 2000, 3000 എത്ര വേണേലും താറാവിനെ കൊടുക്കും. എപ്പോഴും ഉണ്ട് ഇത്. ആർക്കും ഒരു പ്രയോജനം, എപ്പം വേണേലും വന്ന് കൊണ്ടുപോകാം. ഏത് പ്രായത്തിലുള്ള താറാവിനെ കൊണ്ടുപോകാം. നല്ല രീതിയിലുള്ള താറാവിനെ തരാം. വർഷങ്ങളുള്ള സർവീസ് തന്നെ നല്ല പ്രവൃത്തി ഒരു ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്. താറാവിന് ധാരാളം ആവശ്യക്കാരുണ്ട്. നല്ല ഒറിജിനൽ ചാരാ ചെമ്പല്ലി അല്ലേ? ചാരാ ചെമ്പല്ലി നല്ല രീതിയിൽ ആർക്കും വന്ന് ചോദിച്ചാൽ കൊടുക്കും. ചെന്നിത്തല. ആലപ്പുഴയില്ല. ചെന്നിത്തല. എൻ്റെ പേര് ജോസ് എന്ന, എൻ്റെ വീട്ടുപേര് കഴകടയിലെന്ന്. അപ്പം വർഷങ്ങളായിട്ട് അച്ഛൻ ഈ ഒരു ബിസിനസ്സിലാണ് അല്ലേ? താറാവ്. പിന്നെ കൂട്ടത്തിൽ കുറെ ജോലിക്കാരും ഉണ്ട്. അവർക്കൊക്കെ ജോലി കൊടുക്കാൻ നല്ല ആദായകരമായ ഒരു കുഴപ്പമില്ല. വളർത്തി നല്ല രീതിയിലുള്ള ആദായം കിട്ടും. Ayo.